വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രധാനപ്പെട്ട കേരള സർക്കാർ പദ്ധതികൾ പഠിക്കാം. പ്രധാനപ്പെട്ട കേരള സർക്കാർ പദ്ധതികളാണ് ഈ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യത്തെ ചോദ്യം: സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പിൻ്റെ കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് പ്രൊജക്റ്റ് എക്സ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പിൻ്റെ കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രൊജക്റ്റ് എക്സ്. അടുത്തത് അങ്കണവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസം പാലും മുട്ടയും നൽകുന്ന പദ്ധതി. ഉത്തരം പോഷകബാല്യം. അങ്കണവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസം പാലും മുട്ടയും നൽകുന്ന പദ്ധതി പോഷകബാല്യം. അടുത്തത് 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി. ഉത്തരം കെടാവിളക്ക്. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി കെടാവിളക്ക്. ഒന്നും കൂടി നോക്കാം. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പിൻ്റെ കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി പ്രൊജക്റ്റ് എക്സ്. അങ്കണവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസം പാലും മുട്ടയും നൽകുന്ന പദ്ധതി പോഷകബാല്യം. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി കെടാവിളക്ക്. അടുത്തത് പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് താമസ സ്ഥലത്ത് നിന്ന് സ്കൂളിൽ പോയി വരാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതി വിദ്യാവാഹിനി. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് താമസ സ്ഥലത്ത് നിന്ന് സ്കൂളിലേക്ക് പോയി വരാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. അടുത്തത് ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങുന്നതിനായി സംസ്ഥാന സഹകരണ വകുപ്പ് ആരംഭിച്ച പദ്ധതി വിദ്യാതരംഗിണി. ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങുന്നതിനായി സംസ്ഥാന സഹകരണ വകുപ്പ് ആരംഭിച്ച പദ്ധതി വിദ്യാതരംഗിണി. അടുത്തത് ഗോത്രവർഗത്തിലെ വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷ കേരള ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ്. ഉത്തരം മഴവിൽ പൂവ്. ഗോത്രവർഗത്തിലെ വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷ കേരള ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ്. ഉത്തരം മഴവിൽ പൂവ്. ഒന്നും കൂടി നോക്കാം. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് താമസ സ്ഥലത്ത് നിന്ന് സ്കൂളിൽ പോയി വരാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതി വിദ്യാവാഹിനി. ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങുന്നതിനായി സംസ്ഥാന സഹകരണ വകുപ്പ് ആരംഭിച്ച പദ്ധതി വിദ്യാതരംഗിണി. ഗോത്രവർഗത്തിലെ വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷ കേരള ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ് മഴവിൽ പൂവ്. അടുത്ത് നോക്കാം. വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂൾ അടുത്തുള്ള റോഡുകൾ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ നഗരങ്ങളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സേഫ് റോഡ്. വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂൾ അടുത്തുള്ള റോഡുകൾ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ നഗരങ്ങളിൽ നടപ്പിലാക്കുന്ന പദ്ധതി സേഫ് റോഡ്. ഗോത്രസാരഥി പദ്ധതിയുടെ പുതിയ പേര് വിദ്യാവാഹിനി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്കൂളിൽ വെള്ളം കുടിക്കാനായി ഇടവേള അനുവദിക്കുന്ന പരിപാടിയാണ് വാട്ടർ ബെൽ പദ്ധതി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്കൂളുകളിൽ വെള്ളം കുടിക്കാൻ ഇടവേള അനുവദിക്കുന്ന പരിപാടിയാണ് വാട്ടർ ബെൽ പദ്ധതി. ഒന്ന് നോക്കാം. വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂൾ അടുത്തുള്ള റോഡുകൾ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ നഗരങ്ങളിൽ നടപ്പിലാക്കുന്ന പദ്ധതി സേഫ് റോഡ്. ഗോത്രസാരഥിയുടെ പുതിയ പേര് വിദ്യാവാഹിനി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്കൂളുകളിൽ വെള്ളം കുടിക്കാനായി ഇടവേള അനുവദിക്കുന്ന പരിപാടി വാട്ടർ ബെൽ പദ്ധതി. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. ഇനി വരുന്ന PSC പരീക്ഷകളിൽ ഉറപ്പായും പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് കേരള സർക്കാർ പദ്ധതികൾ. താങ്ക് യു.